നമസ്കാരം. അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ള മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തുടർച്ചയായ മഴയിൽ നദികളിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നതിനാൽ തീരപ്രദേശത്ത് കഴിയുന്നവർക്ക് പ്രത്യേകം കരുതൽ ആവശ്യമാണ്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കാലവർഷക്കെടുതിയിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മരണം 3 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിൽ കഴിയുന്നവരും നഗരങ്ങളിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരും ജാഗ്രതയോടെ ഇരിക്കണം. മഴ മുന്നറിയിപ്പ് ശക്തമായിരിക്കെ നാടിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ മഴയുടെ തൽസ്ഥിതി വിവരങ്ങളുമായി ഇന്ന് എൻകൗണ്ടറിൽ ഒപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കെല്ലാം എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുമായാണ് നമുക്കൊപ്പം എത്തി നിൽക്കുന്നത്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 29-ാം തീയതി വരെ കേരളത്തിലെ എല്ലായിടങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. മലയോര മേഖലയിൽ കഴിയുന്നവർ, തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർക്കൊക്കെ പ്രത്യേകം കരുതലും ജാഗ്രതയും ആവശ്യമായ സമയമാണ്. നഗരപ്രദേശങ്ങളിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലെ തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ഇന്ന് വെള്ളം കയറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 3 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വീടുകളിലേക്ക് വൻ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലനാരിഴയ്ക്ക് കുടുംബങ്ങൾ രക്ഷപ്പെട്ട സംഭവങ്ങളും ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിലുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കാം. അതത് ജില്ലകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ നിന്നും റിപ്പോർട്ടർമാർ ചേരുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, ഒപ്പം തന്നെ തൃശൂർ എരുമപ്പെട്ടിയിൽ നിന്ന് റാഫി കരീം എന്നിവരാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ഈ 3 ജില്ലകളിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. അതോടൊപ്പം തന്നെ അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് സന്ദേശത്തിലുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. അലക്സ്, വരുന്ന ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടിൽ കണ്ടത്. ഇനി 29-ാം തീയതി വരെ കേരളത്തിന്റെ എല്ലായിടങ്ങളിലും മഴ ശക്തമായിരിക്കും, അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയും പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്? GK, സംസ്ഥാനത്ത് ഇന്ന്, അതായത് ഇന്നിനി രാത്രിയും സമയമുണ്ട്. രാത്രിയും സംസ്ഥാനത്തെ പലയിടങ്ങളിലും അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ മഴ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ കൂടുതലായി മഴ ലഭിക്കും. GK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിന് അല്ലെങ്കിൽ ശക്തമായ കാറ്റിന് പലയിടങ്ങളിലും സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും ശക്തമായ കാറ്റ് വീശിയിരുന്നു. ഈ ശക്തമായ കാറ്റ് വീശുന്നത് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളും അതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളും കെടുതികളും രൂക്ഷമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ. അതിനാൽ ഈ ശക്തമായ കാറ്റിനെ അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ പലയിടത്തും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അത് തെക്കൻ കേരളത്തിലാണെങ്കിൽ ഈ ദിവസം, അതായത് ഇന്ന്, അത് മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും മലയോര മേഖലകളിലും കൂടുതൽ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ഈ ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് കാറ്റാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു പുതിയ വില്ലൻ. കാരണം പലയിടങ്ങളിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അപകടങ്ങളൊക്കെ തന്നെ
കാറ്റിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ വീടിന് കുറുകെ വീണിരിക്കുന്ന മരങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഒരിടത്ത് റെയിൽവേ പാതയിലേക്ക് വീണു, ഗതാഗതം തടസ്സപ്പെട്ടു, റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ധാരാളം മരങ്ങളുണ്ട്. അതൊക്കെ ഏത് നിമിഷവും വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ശക്തമായ കാറ്റുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രധാനമായി നൽകുന്നത് ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞും ഉണ്ടാകാനുള്ള അപകടങ്ങൾ കൂടുതലായതിനാൽ തന്നെ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് പൊതുവായ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഒപ്പം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. അവ അഴിച്ചുവെക്കുകയോ ബലപ്പെടുത്തുകയോ ചെയ്യണം. കാറ്റുമഴ ഉള്ളപ്പോൾ അതിൻ്റെ സമീപത്തോ ചുവട്ടിലോ ഒന്നും നിൽക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണമെന്നും തുടങ്ങി നീണ്ട നിർദ്ദേശമുണ്ട്. ഓല മേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നതടക്കമുള്ള ദീർഘമായ മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ കാറ്റിനെ പ്രതിരോധിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുൻകരുതൽ ആയി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. ശരി, അതുപോലെ തന്നെ ഈ കടൽക്ഷോഭം ഇന്ന് വളരെ രൂക്ഷമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അതുപോലെ ശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർക്കും പ്രത്യേകം ജാഗ്രത ആവശ്യമാണല്ലോ. മാത്രമല്ല അലക്സ്, ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും നദികളിൽ വെള്ളം കയറുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അണക്കെട്ടുകളുടെ നില എങ്ങനെയാണ്? ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? തീർച്ചയായും സംസ്ഥാനത്തെ പല നദികളിലും പ്രളയസാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ സംസ്ഥാന ജലസേചന വകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഓറഞ്ച്, മഞ്ഞ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തെ പല നദികളിലും നൽകിയിട്ടുണ്ട്. ഇവയാണ് പത്തനംതിട്ടയിലെ മണിമലയിൽ ഒപ്പം അച്ചൻകോവിലെ തുമ്പവൻ സ്റ്റേഷനിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഈ നദികളിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ സംസ്ഥാന ജലസേചന വകുപ്പും കാണുന്നത്. തിരുവനന്തപുരത്ത് വാമനപുരം നദി, കൊല്ലത്ത് പള്ളിക്കൽ നദി, ആലപ്പുഴയിൽ അച്ചൻകോവിൽ, പത്തനംതിട്ടയിൽ തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമല, ഒപ്പം ഇടുക്കിയിൽ തൊടുപുഴ, തൃശ്ശൂരിൽ ചാലക്കുടി നദി, കണ്ണൂരിൽ വളപട്ടണം, വയനാട് കബനി തുടങ്ങിയ നദികളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഈ നദികളിലുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ജലസേചന വകുപ്പും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഗോവിന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തീരമേഖലയിൽ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള തീരമേഖലകളിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. പൊതുവിൽ കേരളത്തിലെ തീരമേഖലയിൽ അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ആ കടലേറ്റവും അതുപോലെ കടൽക്ഷോഭവും രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയും രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പ് കൂടിയുണ്ട്. ഇതിൽ പ്രധാനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുകയും ചെയ്തു. നിലവിൽ അത് ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും മുകളിലായി സ്ഥിതി ചെയ്യുകയാണ്. ഇതിന്റെ ഫലമായി തന്നെ ഈ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് സജീവമാകാനും ഇത്തരത്തിൽ കൂടുതലായി മഴയും അതുപോലെ ശക്തമായ കാറ്റും പലയിടങ്ങളിൽ അലക്സ് മുഹമ്മദാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് കാലവർഷ കാറ്റ് ശക്തമാകും എന്നതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ കഴിയുന്നവർ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ്. മാത്രമല്ല നദികളിൽ ജലനിരപ്പ് ഉയർന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്ത് കഴിയുന്നവർ ഏതെങ്കിലും ഘട്ടത്തിൽ അപകട സാഹചര്യം കാണുകയാണെങ്കിൽ അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിപ്പോകണം. അത്തരം നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതാണ്. ജില്ലാ ഭരണകൂടം അതാത് സമയങ്ങളിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ അതിന്റെ തുടർ നടപടികളിലേക്ക് ആളുകൾ കടക്കുകയും ചെയ്യണം. പലയിടത്തും ഇന്ന് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 മരണം ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും അപകടം ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ വീണ് ഉണ്ടായിട്ടുള്ള അപകടങ്ങളാണ്. ഉളീക്കലിൽ 7 വൈദ്യുതി പോസ്റ്റുകളാണ് ഇന്ന്
ശക്തമായ കാറ്റിൽ തകർന്നു വീണത്. അതുപോലെ പന്തളം പൂഴിക്കാട് UP സ്കൂളിന്റെ മുറ്റത്ത് മരം വീണു. ഭാഗ്യം ഇന്ന് അവധിയായതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് മുകളിലേക്ക് മരം വീണ് അവിടുത്തെ കുടുംബങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ കൂടി ഇന്ന് പങ്കുവെക്കാനുണ്ട്. നമ്മളോടൊപ്പം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, കൊച്ചിയിൽ ഇന്ന് അതിശക്തമായ മഴയായിരുന്നു. രാവിലെ മുതൽ തന്നെ തുടർച്ചയായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം അതിശക്തമായ കാറ്റ് പലയിടങ്ങളിലും വീശിയിട്ടുണ്ട്. മാത്രമല്ല നഗരപ്രദേശങ്ങളിലും നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലുമൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കോളനികളായി നിൽക്കുന്ന വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയകളിൽ പലയിടങ്ങളിലും വെള്ളം കയറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് എറണാകുളത്തെ പൊതുസ്ഥിതി? ഏതൊക്കെ മേഖലകളിലാണ് ഇന്നത്തെ ശക്തമായ മഴ ബാധിച്ചിട്ടുള്ളത്? ഏതൊക്കെ പ്രദേശങ്ങളിൽ കഴിയുന്നവരാണ് ജാഗ്രതയും മുൻകരുതലും സ്വീകരിക്കേണ്ടത്? ജില്ലാ ഭരണകൂടം എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? GK, എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം വരും മണിക്കൂറുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരമേഖലയിലും മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒരുപോലെ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നാണ് ഈ 2 ദിവസങ്ങളിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ ശക്തമായ മഴയുമാണ് രാവിലെ മുതൽ എറണാകുളത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. നഗരപ്രദേശങ്ങളിൽ രാവിലെ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഒരു 10 മിനിറ്റ് മാത്രമാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് നഗരപ്രദേശത്തെ റോഡുകളിൽ. അപ്പോൾ തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ഒരു ആശ്വാസം നിറഞ്ഞ കാഴ്ചയാണ്. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കളമശ്ശേരി പോലുള്ള മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോളനികളിലടക്കമുള്ള ഉന്നതി കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, പെരിയാറിൽ ജലനിരപ്പ് അരയടിയോളം വീതം 1 മണിക്കൂറിൽ ഉയരുന്നുണ്ട് എന്നാണ്. ആലുവ ശിവക്ഷേത്രത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ മഴയിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇത്തവണയും അങ്ങനെ ആ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും ആശങ്ക ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ മഴകളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ കണ്ണമാലിയും എടവനക്കാടും ഉടങ്ങുന്ന തീരദേശ മേഖലയാണ്. ഇന്ന് നമ്മൾ വൈകിട്ട് കണ്ണമാലി പ്രദേശത്ത് പോയിരുന്നു. അവിടെ ഷാപ്പുംപടി അതോടൊപ്പം ചെറിയ കടവ് മേഖലകളിൽ ഇത്തവണയും കടൽ കയറ്റം രൂക്ഷമാണ്. 12 മണി മുതൽ 3 മണി വരെ അവിടെ കടൽ അടിച്ചു കയറിയിരുന്നു. വെള്ളം ഈ വീടുകളിലേക്ക് കയറിയ പശ്ചാത്തലത്തിൽ അവിടുത്തെ വീട്ടിലെ ഉപകരണങ്ങളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന ചോദ്യം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. നിലവിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി പോകാൻ തയ്യാറാകുന്നില്ല. ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സാഹചര്യം അത് മറികടക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ക്യാമ്പുകളിൽ പോകാതെ അവർ ആ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഇവിടെ ടെട്രോപോഡ് അടക്കം സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണ തോതിലേക്ക് അത് എത്തിയിട്ടില്ല. അടിയന്തരമായി അവിടെ ജിയോ ബാഗുകളെങ്കിലും ക്രമീകരിച്ച് ഈ തിരമാലയെ തടയിടാനുള്ള ഒരു പ്രാഥമിക ശ്രമമെങ്കിലും നടത്തണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇപ്പോൾ വാവൊക്കെ കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ അവിടെ കടലുകയറ്റം രൂക്ഷമാകുമെന്നാണ് തീരദേശ മേഖലയിൽ നിന്നുള്ള അപ്ഡേറ്റ്. മലയോര മേഖലയിലേക്ക് എത്തിയാൽ പൂയംകുട്ടി പോലുള്ള പ്രദേശങ്ങളിൽ അതോടൊപ്പം ഈ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പോലുള്ള മേഖലകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. രാത്രികാല യാത്ര മലയോര മേഖലകളിൽ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഈ വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങുന്നത് ആളുകൾ പൂർണ്ണമായും അത് നിയന്ത്രിക്കണം. കാരണം ഇന്ന് ഉച്ചയോടുകൂടി നമ്മൾ തന്നെ ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ഈ ആലുവ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ആ റോഡിലുണ്ടായ വെള്ളക്കെട്ടിൽ ഒരു കുട്ടി ഇറങ്ങി നീന്തി കളിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അത് വലിയ അപകടങ്ങൾ വലിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ വെള്ളക്കെട്ടുകൾ ഉള്ള കുഴികൾ അതിലൂടെയുള്ള യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നടത്താൻ. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പല റോഡുകളിലും അത്തരം കുഴികൾ രൂപപ്പെടുകയും അവിടെ വെള്ളം നിറയുകയും പിന്നീട് അതുവഴി പോകുന്ന ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ നാളുകളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ജില്ലയിൽ ഇതുവരെ മെയ് 24 മുതൽ ഈ ദിവസം വരെ 336 വീടുകളാണ് ഈ മഴക്കെടുതിയിൽ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നശിച്ചത്. ഈ 2 ദിവസത്തിനിടയിൽ 19 വീടുകൾ നശിച്ചിട്ടുണ്ട്. അങ്ങനെ മഴക്കെടുതി വിതയ്ക്കുന്ന നഷ്ടം അത് ചെറുതല്ല, അത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ജില്ലയുടെ മുന്നോട്ട് പോക്കിനെ അടക്കം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ ജില്ലാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും തുടർച്ചയായ കാറ്റും മഴയും അനുഭവപ്പെടുന്നു എന്നതുകൊണ്ടും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ എറണാകുളത്തിന്റെ മലയോര മേഖലകളിൽ കഴിയുന്നവർ, നഗരപ്രദേശങ്ങളിൽ കഴിയുന്നവരൊക്കെ തന്നെ ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി വരുന്ന മണിക്കൂറുകൾ. മാത്രമല്ല ഈ നഗരങ്ങളിൽ കഴിയുന്നവർ വാഹനങ്ങളിൽ പോകുമ്പോൾ റോഡിലുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞ് അതിൽ എന്തെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണണം. അതുപോലെ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, അതിൻ്റെ തീരപ്രദേശത്തുള്ളവർ ജില്ലാ
ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഒരു കുട്ടി ഈ വെള്ളത്തിലിറങ്ങി കളിക്കുന്നതിന്റെ ദൃശ്യങ്ങളെക്കുറിച്ച് നേരത്തെ വിഷ്ണു പറഞ്ഞു. അത് നമ്മൾ അപകടം ക്ഷണിച്ചു വരുന്നതിന് തുല്യമാണ്. അങ്ങനെ വളരെ കെയർലെസ്സായി വളരെ അലംഭാവത്തോടുകൂടി ഇത്തരം നിർദ്ദേശങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. ശ്രീ സി ആർ നീലകണ്ഠൻ, എൻ്റെ അതിഥികളെ കൂടി ഞാനിപ്പോൾ പരിചയപ്പെടുത്തി. ശ്രീ സി ആർ നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ നമ്മളോടൊപ്പം ഉണ്ട് അതിഥിയായി. ഒപ്പം തന്നെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ ഡോക്ടർ വി കെ മിനി മാഡവും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നേരത്തെ അവർ രണ്ടുപേരും നമ്മളോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകും. അവരിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇനി പോകുന്നത് തൃശ്ശൂർ എരുമപ്പെട്ടിയിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ലയാണ് തൃശ്ശൂർ. റാഫി, തൃശ്ശൂരിൽ ഏതൊക്കെ മേഖലകളിലാണ് നിലവിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്? നിലവിൽ ഈ കനത്ത കാലവർഷക്കാറ്റിലും മഴയിലും പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ഇടങ്ങളിലേക്കും ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ണെത്തുന്നില്ലേ? എവിടെയെങ്കിലും ആളുകൾക്ക് പ്രതിസന്ധിയോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ കഴിയുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? GK, തൃശ്ശൂരിൻ്റെ മലയോര മേഖലയിലും ഒപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലുമെല്ലാം വലിയ തോതിലുള്ള മഴ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എരുമപ്പെട്ടിയിലാണ്. എരുമപ്പെട്ടിയിൽ ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിലും രാവിലെ വീശിയടിച്ച ശക്തമായ കാറ്റിലും നശിച്ച ഒരു വീട്ടിലാണുള്ളത്. ഈ വീട് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്നോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ, ഈ പ്രദേശവാസികളടക്കമുള്ള ആളുകളുണ്ട്. ഈ വീട് ആരുടെയാണ്? എന്താ ശരിക്കും ഇതിൽ സംഭവിച്ചത്? പരമേശ്വരൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് വീട്. അപ്പം ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആ ചേട്ടൻ അകത്ത് കിടന്നിരുന്ന ആളാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങിയതാ. ആ നേരത്താണ് ഈ വീട് മുഴുവൻ ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് മാത്രമാണ് ആ ചേട്ടൻ രക്ഷപ്പെട്ടത്. ആ ചേട്ടൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, ഭാര്യ ഇല്ല. ആൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ആളെ തന്നെ ഇവിടെ ഗുരുവായൂർ ഒരു ബന്ധുണ്ട്, ആളുടെ വീട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് മഴയിൽ വേറെയും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. 1-2 വീടിൻ്റെ ഇതേപോലെ തന്നെ. അത് പിന്നെ ഓരോ സൈഡാണ് വീണിട്ടുള്ളൂ. പിന്നെ അതേമാതിരി മരങ്ങൾ വീണുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. GK, ഈ മേഖലയിൽ മാത്രമല്ല നഗരത്തിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും എല്ലാം തന്നെ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് മാത്രം തൃശ്ശൂർ ജില്ലയിൽ 9 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ ഉച്ചയോടുകൂടി ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 3 വീടുകൾക്കാണ് ഈ മിന്നൽ ചുഴലിയിൽ നാശനഷ്ടം സംഭവിച്ചത്. ഒപ്പം തന്നെ ജില്ലയിലെ ഡാമുകൾ, പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സൂയിസ് ഷട്ടർ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ പീച്ചി അണക്കെട്ടിൻ്റെ ഷട്ടറുകളുടെ വെള്ളം പുറത്തുവിടുന്ന അളവ് നാളെ രാവിലെ 8:30 വർദ്ധിപ്പിക്കും. ആ നിലയിൽ ജില്ലയിൽ കൂടുതൽ മുൻകരുതൽ വേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും റോഡുകളിലേക്ക് മരം കടപുഴകി വീഴുന്നൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ജില്ലയുടെ മലയോര മേഖലയായ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലേക്കുള്ള വാഹന ഗതാഗതത്തിൽ നിയന്ത്രണം ഒപ്പം തന്നെ ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് അപകട മുന്നറിയിപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം ജില്ലയിൽ ഇതിനോടകം തന്നെ 5 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 33 കുടുംബങ്ങളിലെ 135 ആളുകൾ ഈ ക്യാമ്പുകളിൽ നിലവിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ മഴയ്ക്ക് വൈകിട്ടോടുകൂടി ചെറിയൊരു ശമനം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട നിലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റാണ് പ്രധാനപ്പെട്ടൊരു വില്ലൻ. ഈ കാറ്റ് ശക്തമായി വീശുമ്പോൾ മരങ്ങൾ വീടുകളിലേക്ക് മറിഞ്ഞു വീണാണ് ഇത്തരത്തിൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ജില്ലയുടെ തീരദേശ മേഖലയിലും ശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ നഗരത്തിലേക്ക് എത്തിയാൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ശക്തമായ കാറ്റും മഴയും ഇനിയുള്ള മണിക്കൂറുകളിൽ ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ ശക്തമായ കാറ്റും മഴയും തൃശ്ശൂർ ജില്ലയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ മേഖലകളിൽ ഈ കാറ്റിനെ തുടർന്നും ശക്തമായ മഴയെ തുടർന്നും ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് റാഫി കരീം നൽകിയത്. പല ആളുകളും പല വിധത്തിലുള്ള യാത്രകളിലായിരിക്കും. കേരളത്തിൻ്റെ
അതിർത്തി മേഖലകളിൽ സഞ്ചരിക്കുന്നവരൊക്കെ തന്നെ കരുതൽ ആവശ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകൻ, ഞങ്ങളുടെ പ്രതിനിധി യു പ്രദീപ് യാത്രക്കിടയിൽ പറയുന്ന കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ റോഡ് മരം വീണ് വലിയ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നു. മംഗളൂരിൽ നിന്ന് കൊല്ലൂർ റോഡ് മാർഗം പോകുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ശക്തമായ മഴയിൽ സൗവർണിക നദി കരകവിഞ്ഞ് ഒഴുകുന്നു എന്നും യു പ്രദീപ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു യാത്രയിലാണ്, അതിനിടയിലാണ് ഈ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിന് ഒരു വേദന ഉണ്ടാക്കിയ വിവരം ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. മരം വീണ് തോട്ടം തൊഴിലാളിയായ മധ്യവയസ്ക മരിച്ചത്. എനിക്ക് തോന്നുന്നു അവരൊരു ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. തമിഴ്നാട് സ്വദേശിനിയാണ് ഈ മരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ പൊതുവെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് കാറ്റും മഴയും എത്രത്തോളം ഉണ്ടായിരുന്നു? ഏതൊക്കെ മേഖലകളിലാണ് പ്രത്യേകം കരുതൽ ആവശ്യമായിട്ടുള്ളത്? ജില്ലാ ഭരണകൂടം എന്തെങ്കിലും മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ടോ? അജിക്ക്, ഇടുക്കി ജില്ലയിൽ ഇന്ന് പരക്കെ മഴയുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും സമാനമായ രീതിയിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ്, അതാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുമളി ചക്കുവള്ളത്ത് ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു. സമാനമായ രീതിയിൽ ഇന്ന് ഉടുമ്പൻചോലയിൽ ജോലിക്കിടെ ഒരു തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ള തോട്ടം തൊഴിലാളി മരിച്ചു. തേനി തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് ഇന്ന് ജോലിക്കിടെ മരിച്ചത്. ഇതിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. മറ്റ് തോട്ടങ്ങളിലൊക്കെ ജോലികൾ നിർത്തിവെച്ചിരിക്കുമ്പോൾ ഉടുമ്പൻചോലയിൽ ഈ സ്ത്രീ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മാത്രം അത് ബാധകമായിരുന്നില്ല. അവർ നിർബന്ധിത ജോലി ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഇനി മറിച്ച് ഈ ജില്ലയെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. പല റോഡുകളും ഭാഗികമായെങ്കിലും തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരുന്നതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് തന്നെയാണ്. കാരണം നേരത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് കുന്നിടിച്ചു നിർത്തി സൈഡുകൾ കട്ടിംഗ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് ഇന്ന് കൂടുതലും മണ്ണിടിച്ചിലുണ്ടായത്. മാത്രമല്ല ഈ വാളറ ഭാഗത്ത്, ചീയപ്പാറ ഭാഗത്ത്, അതുപോലെ തന്നെ ഈ നേര്യമംഗലം വനമേഖലയോട് ചേർന്നുള്ള ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് മരങ്ങൾ പല തവണ കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഗതാഗത തടസ്സമുണ്ട്. ഭാഗികമായിട്ട് മാത്രമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രി യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ പല തവണ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലായിരിക്കും ഈ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഉണ്ടാവുക. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രി യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിലൂടെയുള്ള രാത്രി യാത്ര കർശനമായി ജാഗ്രത പാലിച്ചുകൊണ്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടം മേഖലയിലെ ജോലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കിയിലെ ചെറു ഡാമുകളെല്ലാം തന്നെ തുറന്നിരിക്കുകയാണ്. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, അതുപോലെ തന്നെ മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പല വീടുകളുടെയും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണും അപകടം ഉണ്ടായിട്ടുണ്ട്. അപകട നിലയിലാണ് പല വീടുകളും ഇപ്പോഴുള്ളത് താനും. അപകട നിലയിലുള്ള വീടുകളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ജാഗ്രതാ സന്ദേശങ്ങളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കഴിയുന്നവർ, തീരപ്രദേശത്ത് കഴിയുന്നവർക്കൊക്കെ ഒരു എക്സ്ട്രാ ശ്രദ്ധയും ആവശ്യമായിട്ടുള്ള സമയമാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നുണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും അതോടൊപ്പം തന്നെ ചില്ലകൾ ഒടിഞ്ഞു വീണും വീടുകൾ അപ്പാടെ ഇരുന്നു പോയും കടകൾ നശിച്ചുമൊക്കെ ധാരാളം നാശനഷ്ടങ്ങൾ ഇന്ന് സംസ്ഥാനത്തിന് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പന്തളം പൂഴിക്കാട് UP സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വീണ് കിടക്കുന്ന മരത്തിൻ്റെ ദൃശ്യമാണ് എന്നാണ്. വീടുകൾ തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. പല കുടുംബങ്ങളും വളരെ ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം. വലിയ അപകടങ്ങൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ വീടൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനതയുടെ അവർക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. വലിയ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നവർ ആലോചിക്കുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം 2 അതിഥികൾ ചേരുന്നു. കാലാവസ്ഥ ശാസ്ത്രജ്ഞ ഡോക്ടർ VK മിനി മാഡം, അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ. മിനി മാഡം,
ഈ കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തമാകും എന്നാണ് പറയുന്നത്. ഇനി വലിയ മഴയുണ്ടാകും 2-3 ദിവസം കൂടി എന്ന് പറയുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമെന്നാണ്. എത്ര ദിവസം ഏത് സ്വഭാവത്തിലുള്ള മഴയും കാറ്റുമാണ് കേരളം പ്രതീക്ഷിക്കേണ്ടത്? ജൂലൈ 24 കൂടി ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം അതിന്യൂനമർദ്ദമായി മാറുകയും അത് കര ക്രോസ് ചെയ്ത് ഇന്ന് ഛത്തീസ്ഗറിൻ്റെ വടക്കൻ ഛത്തീസ്ഗറിൽ എത്തുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് വടക്കൻ ഛത്തീസ്ഗർ അതുപോലെ മധ്യപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ അതിന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി പ്രഭാവത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ മുകളിലുള്ള വടക്കൻ കാറ്റ് അതുപോലെ സൗത്ത് വെസ്റ്റർലി വിൻഡ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മൺസൂൺ ആക്റ്റീവ് ആവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ 24-ാം തീയതി മുതൽ മധ്യ കേരളത്തിൽ കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിലും അതുപോലെ നോർത്ത് കേരളയിലും കഴിഞ്ഞ 5 ദിവസത്തെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ നോർമൽ റെയിൻഫോളിനേക്കാൾ 1.5 മടങ്ങ് റെയിൻഫോൾ ഈ കഴിഞ്ഞ 5 ദിവസം നമുക്ക് കിട്ടി. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഈ ഓൾറെഡി മണ്ണ് വെള്ളത്താൽ സാച്ചുറേറ്റഡായി നിൽക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും മരം കടപുഴകി വീഴുക അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്കും നയിക്കാവുന്നതാണ്. ഫ്ലഡിങ് എല്ലാം ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. അതല്ലാതെ മരം കടപുഴകി വീഴുക അതുപോലെ ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ ആദ്യത്തെ 2 ദിവസം ഇന്ന് 26-27 തീയതികളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗത വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിനടുത്ത 3 ദിവസങ്ങളിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മിനി മാഡം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നദികളിൽ ഈ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പ്രളയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അതെ, അത് മധ്യ കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ 5 ദിവസത്തെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ കൂടുതലാണ്. അതുപോലെ നോർത്ത് കേരളയിൽ കണ്ണൂരും ക്യുമുലേറ്റീവ് റെയിൻഫോൾ കൂടുതലാണ്. ഞാൻ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ഉള്ള ഡിസ്ട്രിക്റ്റ് കണ്ണൂരാണ്. ഒരു മിനിറ്റ്, മതി, നോക്കിയിട്ട് മതി. ഇപ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ക്യുമുലേറ്റീവ് റെയിൻഫോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി എന്നീ ജില്ലകളിലും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 മുതൽ 19 സെന്റിമീറ്റർ വരെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ശരി, എനിക്ക് തോന്നുന്നു ഈ മറ്റു ജില്ലകളിൽ നിന്നുള്ള മഴ റിപ്പോർട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് തയ്യാറാണ്. കാരണം 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 3 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. നമ്മളോടൊപ്പം ശ്രീ CR നീലകണ്ഠൻ. CR, ഈ നമ്മുടെ ഈ കർക്കിടക കാലത്ത് കുട്ടിയടച്ചുള്ള മഴ, അതായത് ഇരുട്ട് ഈ മൂടിക്കൊണ്ടുള്ള മഴയും കാറ്റുമൊക്കെ കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമൊന്നുമല്ല. അപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഇത് തങ്ങളെ പേടിപ്പിക്കുന്നൊരു ഓർമ്മ പോലെ ആയി തന്നെയുണ്ട്. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങൾ ആ സമയങ്ങളിൽ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നും. കാരണം നമ്മളെല്ലാ പുരോഗതിയുടെ എല്ലാ പടവുകളും കയറുന്നു, വികസനത്തിൻ്റെ പുതിയ പടവുകൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മേൽ മരം വീഴുക, വീടുകൾക്ക് മേൽ മരം വീഴുക. ഇന്നിപ്പോൾ പന്തളത്ത് UP സ്കൂളിന് മുകളിൽ ഇന്ന് മരം അപ്പാടെ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പിൽ വീടിന് മുകളിൽ മരം വീണിട്ടാണ് ഒരു വയോധികൻ മരിച്ചത്. അതുപോലെ തന്നെ അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞു മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടുക്കിയിൽ ഒരു തൊഴിലാളി ഇതുപോലെ നിർബന്ധിത തൊഴിൽ എന്ന് പറയാം, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരം വീണ് മരിച്ചു. അപ്പോൾ ഈ
ഒരു മുന്നറിയിപ്പ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മാറി താമസിക്കണം, നദിക്കരയിലുള്ളവർ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോഴും അവർ നഷ്ടപ്പെട്ട വീട്, നഷ്ടപ്പെട്ട വാഹനം, എവിടെ പോകുമെന്നറിയാതെ നിൽക്കുന്ന ജനങ്ങൾ, ഇങ്ങനെയൊക്കെ പല പ്രതിസന്ധികളും ഈ നഗരപ്രദേശങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. CR, എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിരന്തരം സംഭവിക്കുന്നത്? നമുക്ക് ഇതിൻ്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ചെറുപ്പകാലത്തെക്കുറിച്ചും മുൻകാലത്തെ മഴകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി എന്നറിയാം, മുൻകാലത്തെ പോലെയല്ല, കാലാവസ്ഥയിൽ വളരെ ഗുരുതരമായ മാറ്റം, ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. മഴയുടെ അളവ് ഒരു പക്ഷേ ഇപ്പോൾ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവാതിരിക്കാം, പക്ഷേ പെയ്യുന്ന മഴയുടെ സ്വഭാവത്തിൽ കൃത്യമായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നുവെന്ന് നമുക്കൊരു അത്ഭുതമല്ല. അപ്പോൾ കാലാവസ്ഥ മാറ്റം എന്നത് ഇപ്പോൾ കാലാവസ്ഥ ക്രൈസിസ് ആയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം മഴ 3000 മില്ലിമീറ്റർ മഴ കേരളത്തിൽ കിട്ടുന്നു ശരാശരി എന്ന് പറയുമ്പോൾ അത് ഒരു മാസത്തിനിടയ്ക്ക് 3000 മില്ലിമീറ്റർ മഴ പെയ്താൽ എന്താണ് ഉണ്ടാവുക? ഇപ്പം അതാണ് പ്രശ്നം. മഴയുടെ പാറ്റേണിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം, അത് ഒന്നാമത്തെ കാര്യമാണ്. അത് നമ്മൾ 2018 മുതൽ കൃത്യമായി നമ്മളത് കാണുന്നുണ്ട്. അത് ഏത് മാസം, ഏത് ദിവസം, ഏത് സമയത്ത്, എപ്പോൾ പെയ്യാം, എപ്പോൾ അതിതീവ്ര മഴ പെയ്യാം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം പോലെ തന്നെ നമ്മുടെ അറബിക്കടലിലും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ മിനിയെ പോലുള്ളവർക്ക് അതറിയാം. അറബിക്കടലിലുണ്ടായിട്ടുള്ള മാറ്റം കേരളത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കേരളം വളരെ വൾണറബിളാണ്. കാരണം നമ്മൾ നല്ല സുന്ദരമാണെന്ന് പറയുമ്പോഴും മലയോരത്ത് നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമുള്ള ചെറിയൊരു ഇടനാടുള്ള ഒരു കൊച്ചു പ്രദേശമാണ് കേരളം. അതിതീവ്ര മഴ താങ്ങാനുള്ള ശേഷി കേരളത്തിന് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുമ്പലത്തെ പോലെ ഒരു യൂണിഫോം പാറ്റേണിലല്ല ഇപ്പോൾ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മലയോരം മുതൽ കടലോരം വരെ 3 ഇടത്തും ഇപ്പോൾ പ്രതിസന്ധിയാണ്. നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞു നോക്കൂ, മലയോരത്ത് മണ്ണിടിച്ചിലും അല്ലെങ്കിൽ റോഡ് തടസ്സവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നു. ഇടനാട്ടിൽ പ്രളയ സാധ്യതയും മരം വീഴലും ഉണ്ടാകുന്നു. തീരദേശത്താണെങ്കിൽ വലിയ തോതിലുള്ള കടലാക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിൻ്റെ 3 മേഖലകൾ, ഇടനാടും മലനാടും തീരപ്രദേശവും ഒരുപോലെ വൾണറബിളാണ്. ഇതിനെ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ. 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ സർക്കാർ തന്നെ UN-ഉം ADB-യും വേൾഡ് ബാങ്കും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്, PDNA എന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ്. അതിൽ കൃത്യമായ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വിദഗ്ധർ കൊടുത്ത നിർദ്ദേശം ഇപ്പോഴും നമ്മൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞു ഗ്യാപ്പ് റോഡിൻ്റെ കാര്യം. ഗ്യാപ്പ് റോഡ് ആ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ നിർമ്മിക്കാൻ പാടില്ല. ഗ്യാപ്പ് റോഡ് മാത്രമല്ല, നമ്മുടെ പല മലയോര ഹൈവേകൾ നിർമ്മിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ്. മണ്ണിങ്ങനെ എന്താ പറയുക, 90 ഡിഗ്രിയിൽ മണ്ണ് വെട്ടി പാറ ഇടിച്ച് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2018 മുതൽ നമ്മൾ നോക്കിയാൽ കേരളത്തിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിൻ്റെയും ആയിരക്കണക്കിന് അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. ആളുകൾ മരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു പക്ഷേ മുണ്ടക്കയും ചൂരൽമലയും അല്ലെങ്കിൽ പുത്തുമലയും ഒക്കെ നമ്മൾ കവളപ്പാറയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ പല സ്ഥലത്തും ആളുകൾ മരിക്കാതിരിക്കുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ വലിയ തോതിലുള്ള വീടുകളില്ല, അങ്ങനെയുള്ളത് കൊണ്ടാണ്. ആയിരക്കണക്കിന് ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലായി. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അവിടെ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രണം വേണം? ഇതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെൽവയൽ തണ്ണീർത്തട നിയമം, നമ്മുടെ പ്രളയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമുക്ക് നെൽവയൽ ഇല്ലാതാവുകയും അവിടെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇടനാടൻ കുന്നുകൾ ഇടിച്ചു നിരത്തിയതുമായി ബന്ധപ്പെട്ട് പ്രളയത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ആ കുന്നുകൾ ശേഖരിക്കുന്ന വെള്ളമൊക്കെ പരന്ന് കിടക്കുകയാണ്. നമ്മുടെ തീരപ്രദേശത്തേക്ക് ഇപ്പോൾ ഇന്ന് എറണാകുളത്ത് വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. കാരണം ആ അർത്ഥത്തിൽ കടൽ വെള്ളം എടുക്കുന്നൊരു സമയമാണ്. എന്നിട്ടാണ് കടൽ വെള്ളമെടുക്കുന്ന സമയമായിട്ടാണ് നമുക്ക് കണ്ണമാലിയിലും എടവനക്കാടും അടക്കം കേരളത്തിൻ്റെ കോഴിക്കോടൊക്കെ വലിയ തോതിൽ കടലാക്രമണം ഉണ്ടാകുന്നത്. നമ്മുടെ കടൽ പ്രതികരിക്കുന്ന രീതിയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് നമ്മൾ എങ്ങനെ ഇടപെടണം, ഇടനാട്ടിൽ എങ്ങനെ ഇടപെടണം, മലനാട്ടിൽ എങ്ങനെ ഇടപെടണം? ഇത് കേവലം ഒരു പരിസ്ഥിതി പ്രശ്നമായിട്ടല്ല ഗോപികൃഷ്ണൻ ഞാൻ കാണുന്നത്. ഇപ്പോൾ അത് ഡിസാസ്റ്റർ പ്രശ്നമാണ്. ഡിസാസ്റ്റർ തടയണമെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ മണ്ണിൽ ഉണ്ടാവണം, ഭൂമിയിൽ ഉണ്ടാവണം. ഇപ്പോൾ ക്യാമ്പ് തുറക്കുകയോ ആളുകൾ വരുമ്പോൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കലല്ല. ഡിസാസ്റ്റർ തടയാനുള്ള എന്ത് നടപടികൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആളുകൾ ജാഗ്രത പാലിക്കണം, പുഴയുടെ തീരത്ത് നിൽക്കരുത്, മരത്തിൻ്റെ അടിയിൽ നിൽക്കരുത് എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ ഭൂമിയുമായി പുഴയുമായി ഒക്കെയുള്ള ഇടപെടലുകളിൽ
മണ്ണുമായുള്ള ഇടപെടലുകളിൽ ഇപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് വലിയ തോതിൽ നമ്മളൊരു പദ്ധതി ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. എന്താണ് അക്കാര്യത്തിൽ നമ്മൾ ചെയ്തത്? കഴിഞ്ഞ 2018 ശേഷം നമ്മൾ പരിശോധിക്കണം. ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമല്ല, പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് പരിശോധിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ജോലി ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കലല്ല, ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രതികരിക്കലാണ്. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം ഇപ്പോൾ ഒരുമാതിരി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2-3 ദിവസത്തേക്ക് വെച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ 2-3 ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഗതാഗതം തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ ഇടുക്കിയിൽ ഗതാഗതം തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യരുടെ ജീവൻ പോകാത്തത് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണെങ്കിലും നേരത്തെ ഗോപീഷൻ ചോദിച്ചതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്താണ് നശിച്ചു പോയത്. അത് വീടാവാം, സ്കൂളാവാം, കെട്ടിടമാവാം, റോഡാവാം. ഇതിന് നമ്മൾ എന്താ ചെയ്യുക? 2018 സർക്കാരിൻ്റെ കണക്കെന്താ? 40,000 കോടി രൂപയുടെ സമ്പത്താണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്. എത്ര കാലത്തെ വരുമാനം കൊണ്ടാണ് ഇത് ഉണ്ടാവുക? അപ്പോൾ ഒരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഇതുണ്ടാകുമ്പോൾ ചില മുന്നറിയിപ്പുകൾ കൊടുക്കുക മാത്രമല്ല, ഉണ്ടാകാതിരിക്കാനുള്ള തടസ്സം. ഈ കാലാവസ്ഥാ മാറ്റം ഒരു സത്യമാണ്. ഇനിയിപ്പോൾ കാലാവസ്ഥാ മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് ഈസ് ചേഞ്ചിങ്, ക്ലൈമറ്റ് ഈസ് ക്രൈസിസിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. ആ പ്രിവെൻഷൻ എങ്ങനെയാണ്? കാലാവസ്ഥാ മാറ്റം തടയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അതിൻ്റെ ആഘാതം തടയാൻ കഴിയും. ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഒരു ആളുടെ മേലൊരു വണ്ടി മുട്ടുന്നു, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആക്സിഡൻറ്റിൻ്റെ ആഘാതം ഒരു വശത്തുണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് അയാളുടെ ആരോഗ്യം. അയാളുടെ ആരോഗ്യമുണ്ടെങ്കിൽ ഈ ആക്സിഡൻറ്റിൻ്റെ ആഘാതം കുറയും. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഭൗമപരമായ കേരളത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ നമുക്ക് എത്ര വേഗം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഒരുപാട്, അതായത് ഈ 2018 പ്രളയത്തിന് ശേഷം കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാനും കേരളത്തിൻ്റെ പഴയ ഋതുചക്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഭൂമിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായെങ്കിലും ഒരടി പോലും ആ നിലയ്ക്ക് പോസിറ്റീവായ കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തുരങ്കപാതയെക്കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ദേശീയപാതയിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ട് റോഡ് ഇടിഞ്ഞ് വീണ് ഉണ്ടായ അപകടം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്ന തരത്തിലുണ്ടാകുന്ന ഈ കാലാവസ്ഥ മാറ്റത്തെ എങ്ങനെ പ്രതിരോധിക്കും? ഈ പ്രതിസന്ധിയെ നമ്മൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നതൊക്കെ വലിയ വിഷയമായി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ കോട്ടയത്തേക്കൊന്ന് പോകാം. കോട്ടയത്ത് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി. ടോബി, ഇന്ന് കോട്ടയത്തെ സ്ഥിതി എന്താണ്? കോട്ടയത്ത് നല്ല മഴയുണ്ടായിരുന്നോ? അപകടകരമായ നിലയിൽ എന്തെങ്കിലും സ്ഥിതിഗതികൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഏത് പ്രദേശത്തുള്ളവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? കാരണം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്തും. ജില്ലാ ഭരണകൂടം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഗോപി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ കോട്ടയം ജില്ലയിൽ പെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ അതിശക്തമായിട്ടുള്ള കാറ്റാണ്. അത് ജില്ലയുടെ വിവിധ മേഖലകളിൽ വീശിയടിക്കുകയും വലിയ തോതിൽ മരങ്ങൾ വീണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടിയും ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന ഈ മഴ തന്നെയാണ്. ഇന്ന് ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണി വരെ അതിശക്തമായിട്ടുള്ള മഴ പല ഭാഗങ്ങളിലും പെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തീക്കോയി, തലനാട്, അതുപോലെ തന്നെ മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരവും സമാനമായ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള മഴ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ള ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ താഴെത്തട്ടിൽ, അതായത് വില്ലേജ് പഞ്ചായത്തുകളിലൊക്കെ ഈ നിർദ്ദേശങ്ങൾ ചെന്ന് കൃത്യമായി സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശമടക്കം പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മഴ ഇങ്ങനെ തുടരുന്നത്, ദിവസങ്ങളോളം മഴ തുടരുന്നത് ഒരു ആശങ്കയാണ്. കാരണം ഈ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ള മേഖലകളാണ് കോട്ടയം ജില്ലയുടെ ഈ കിഴക്കൻ മേഖലയെന്ന് പറയുന്നത്. നമ്മൾ മുൻപ് കണ്ടതാണ് കൂട്ടിക്കൽ പോലെയുള്ള പ്രദേശത്ത് ഉരുൾപൊട്ടി വലിയ നാശനഷ്ടങ്ങളും ദുരന്തവുമായി മാറുന്ന 20ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ
നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടെറൈനുള്ള പ്രദേശങ്ങളാണ് ഈ കിഴക്കൻ മേഖലയൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള കാറ്റ്, മുൻപുണ്ടായിട്ടില്ല തരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കാറ്റ് കോട്ടയം ജില്ലയിൽ വീശി കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ കാറ്റ് വീശി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഈ തീരപ്രദേശ നദീകരയിൽ കഴിയുന്നവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കോട്ടയത്തെ സംബന്ധിച്ച്. നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകാം. മലപ്പുറത്ത് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയനുണ്ട്. വിപിൻ, മലപ്പുറത്ത് നിന്ന് അതിശക്തമായ കാറ്റ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ മരങ്ങൾ കടപുഴകി വീണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലായ സന്ദർഭങ്ങൾ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ടുകളായി വന്നിരുന്നു. എന്താണ് മലപ്പുറത്ത് ഇന്നത്തെ സ്ഥിതി? ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ മഴയുടെ വലിയ ആഘാതം ഏൽക്കേണ്ടി വന്ന ദിവസമാണോ മലപ്പുറത്തുകാർക്ക് ഇന്ന്? എന്താണ് മലപ്പുറത്തെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ? അതെ JK, ഇപ്പോൾ മാത്രമാണ് മഴയ്ക്ക് അല്പമെങ്കിലും ഒരു ശമനമുണ്ടായത്. തോരാ മഴയും അതിശക്തമായ കാറ്റുമായിരുന്നു ഇന്ന് ജില്ലയിൽ ആകെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വേങ്ങര, അതുപോലെ തന്നെ പൊന്നാനി, അരീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായത്. വീടുകൾക്ക് മുകളിലായിരുന്നു. ഏകദേശം ഒരു 50ഓളം വീടുകൾക്ക് സാരമായ കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെയുള്ളൊരു കണക്കുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഇത് മലപ്പുറത്തെ മേൽമുറി എന്നുള്ള സ്ഥലമാണ്. ഈ മേൽമുറിയിലെ ഉസ്മാന്റെ വീടിന്റെ പുറകുവശമാണ്. ഈ പുറകുവശത്തിൽ നിന്ന് ഒരു മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതാണ്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 9 മണിയോട് കൂടിയായിരുന്നു ഇന്നലെ ഇത് ഉണ്ടായത്. അപ്പോൾ മണ്ണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും താഴത്തെ വീടിന്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ്. ഒപ്പം തന്നെ അപ്പോൾ ആ സമയത്ത് അവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയണ്ടു. ഇതിനൊക്കെ ഒരു കോൺക്രീറ്റ് ബെൽറ്റൊക്കെ വാർത്തിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ആ മഴയിൽ ഇത് മുഴുവനായും താഴത്തേക്ക് പോയിരിക്കുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറും പൂർണ്ണമായും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തന്നെ നാശമായിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് സന്ദർശിച്ചു. പക്ഷേ അതിനുള്ളൊരു നഷ്ടപരിഹാര തുകയായി 2000 രൂപ നൽകുമെന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കിണർ ഭാഗികമായി തകരുമ്പോൾ അതിന് 2000 രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ്. കാരണം ഈ മണ്ണ് മാറ്റാൻ പോലും ആ തുക തികയില്ല എന്നുള്ളത് കൂടി ഈ വീട്ടുകാരും പരിസരവാസികളൊക്കെ പറയുന്നത്. അവർ കൂടി നമ്മോടൊപ്പം ഒന്ന് ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ചോ? ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചു. വില്ലേജ് ഓഫീസർ വന്നു. വില്ലേജ് ഓഫീസർ വന്നിട്ട് അവർ പറഞ്ഞ് കിണർ നാശമായിട്ടുണ്ടെങ്കിൽ അതിന് 2000 രൂപ തരാമെന്ന് പറഞ്ഞിന്. അതല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വീടിൻ്റെ നാശനഷ്ടം നിങ്ങൾ പറഞ്ഞപ്പോൾ വീട് ഇടിയാൻ നിൽക്കാൻ നിങ്ങൾ കാണാൻ പറ്റും. ആ വീട് പിന്നെ ഇടിയാൻ നിൽക്കുകയാണ്. വീട് ഇടിഞ്ഞതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വീടിന് നഷ്ടം പറ്റിയിട്ടില്ലല്ലോ, വീട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടപരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഓവർസിയർ വന്നിരുന്നു. ഓവർസിയർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മുനിസിപ്പൽ ഓവർസിയർ മണ്ണിടിച്ചിലിനായിട്ട് പ്രത്യേകിച്ചൊരു ഒരു നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും കിട്ടില്ല എന്ന് പറയും. മണ്ണിടിച്ചിലിന് ഒന്നും കിട്ടില്ല. വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് വേണമെങ്കിൽ നഷ്ടപരിഹാരം നമുക്ക് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ JK, അപ്പോൾ ഈ നഷ്ടപരിഹാര തുക കൂട്ടണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഈ ജില്ല ഉന്നയിക്കുന്നത്. പല ഭാഗങ്ങളിലും മരം വീണ് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പലർക്കും ചെറിയ നിസാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ നിലമ്പൂർ പ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമുള്ളത്. കാരണം ഇവിടെ മഴയില്ല. വയനാട്, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ മേഖലയിലൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ നാടുകാണി ചുരം വഴി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിനോടകം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും മലപ്പുറത്തും ഇന്ന് ശക്തമായ കാറ്റും മഴയും ഒക്കെയാണ്. പലയിടങ്ങളിലും മരങ്ങൾ വീണുണ്ടായിട്ടുള്ള അപകടങ്ങൾ നാട്ടുകാർ തന്നെ പറയുന്നത് അവർക്ക് നഷ്ടപരിഹാര തുക കൂട്ടണമെന്നതാണ് വളരെ ന്യായമായ ആവശ്യമാണ്. കാരണം അവരുടെ കൃഷിയിടങ്ങൾ നശിക്കുന്നു, വാഹനങ്ങൾ നശിക്കുന്നു, അവർ താമസിക്കുന്ന വീടുകളിൽ ഈ വെള്ളക്കെട്ടുണ്ടാവുകയും അല്ലെങ്കിൽ മരങ്ങൾ വീണ് വീടുകൾ പൂർണ്ണമായി നശിക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒന്നായി ഈ കാലവർഷം മാറുകയാണ്. അതുകൊണ്ട് നഷ്ടപരിഹാര തുക കൂട്ടണം എന്നുള്ള ആവശ്യം അത് മലപ്പുറത്തിൻ്റേത് മാത്രമായിട്ടല്ല, കേരളത്തിൽ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സർക്കാർ ആ നിലയിൽ പരിഗണിക്കും, ആ ഗൗരവത്തിൽ അത് എടുക്കുമെന്ന് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ, വീഴാറായിട്ടുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ അത് യഥാസമയം തന്നെ അത് തദ്ദേശ സ്ഥാപനങ്ങളെ, പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ
കോർപ്പറേഷൻ ആരാണെങ്കിലും അറിയിച്ച് അത് ഉടൻ തന്നെ അത് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രദ്ധയും സഹകരണവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ അപകടങ്ങൾ പരമാവധി നമുക്ക് കുറച്ച് നിർത്താൻ കഴിയുകയുള്ളൂ. പലയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇനി നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. കേരളത്തിൽ അതിശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ക്ലേശം മറികടക്കാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന കാര്യം കൂടി ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാൻ ഞങ്ങളുടെ അതിഥികൾ കൂടി നമ്മളോടൊപ്പം തുടരും. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ. കേരളത്തിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിനിടെ ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കിയ പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് പാലോട് രവിക്ക് അപകടമായത്. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി പ്രവർത്തകന് നൽകിയ ജാഗ്രതാ നിർദ്ദേശമാണ് പുറത്തു വന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം നിലനിൽക്കുന്നതായി തോന്നിയില്ല. ഏതായാലും പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകന് നൽകിയ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ്, വേണ്ട പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കും എന്ന താക്കീത് നൽകുകയായിരുന്നു താൻ ചെയ്തതെന്നാണ് പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നപ്പോൾ അതിന് വിശദീകരണമായി പാലോട് രവി നൽകിയിരുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീജിത്ത്, പ്രാദേശിക നേതാവുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയാണ് പാർട്ടിയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതാണോ പാലോട് രവിയുടെ രാജിയിലേക്ക് നയിച്ചത്? അദ്ദേഹം ചില വിശദീകരണം നൽകിയിരുന്നു. മറ്റേതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ പാലോട് രവിയുടെ രാജി? എന്താണ് വിശദാംശങ്ങൾ ശ്രീജിത്ത്? തിരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസിനും UDF-നും ആകെ നാണക്കേടുണ്ടാക്കിയ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാലോട് രവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. കാരണം പാലോട് രവിയുടെ സംഭാഷണം ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല, പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്ന വികാരത്തിലായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള പുതിയ നേതൃത്വം. പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാനമായ നിലപാടായിരുന്നു. ഈ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പാലോട് രവി രാജിവെക്കുകയായിരുന്നു. രാജി നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞുള്ള നീക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാലോട് രവിയുമായി ഫോണിൽ സംഭാഷണം നടത്തിയ വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ട്. ജലീലുമായി നടത്തിയ സംഭാഷണമാണ് ഇത്തരത്തിൽ ചോർന്ന് പുറത്തു വരികയും അത് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തത്. ഈ രണ്ട് നടപടികൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വാമനപുരം ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി A. ജലീലിനെ മാറ്റുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പാലോട് രവിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ വാർത്താക്കുറിപ്പിലില്ല. എങ്കിലും പാലോട് രവിയുടെ സംഭാഷണം പുറത്തായതിലും പാലോട് രവി നടത്തിയ മുതിർന്ന നേതാവിന്റെ പക്വതയില്ലാത്ത തരത്തിലുള്ള പ്രതികരണം ആരോട് സംസാരിക്കുമ്പോൾ ആണെങ്കിലും അത് ഉണ്ടാവാത്തതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. ഇതുകൂടി ഹൈക്കമാൻഡ് നേതൃത്വമായി അടക്കം കൺസൾട്ട് ചെയ്ത ശേഷമാണ് ഇത്തരമൊരു നടപടിയെടുത്തത്. ഒരു ആഴ്ചയ്ക്കകം KPCC പുനഃസംഘടന വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലോട് രവി രാജിവെച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. ഒരാഴ്ചയ്ക്കകം കേരളത്തിലാകെ കോൺഗ്രസിൽ പുനഃസംഘടന വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട അവസാന റൗണ്ട് ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് പാലോട് രവിയുടെ രാജി ഇപ്പോൾ എഴുതി വാങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല. പാർട്ടിയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അത് ഉപകരിക്കുമെന്ന വികാരമാണ് നേതൃത്വത്തിലുള്ളത്. ശ്രീജിത്ത്, ഈ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കാകും, LDF-ന് മൂന്നാമതും തുടർഭരണം ലഭിക്കും എന്നൊക്കെ എന്ന നിലയിലായിരുന്നു പാലോട് രവിയുടെ ഈ ചോർന്നു വന്ന ഓഡിയോ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. അതിന് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അണികളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി താൻ നൽകിയ ഒരു താക്കീതാണ്, അതല്ല അതൊരു സന്ദേശമെന്ന നിലയിലാണ് നൽകിയത്. അല്ലാതെ പാർട്ടി യോഗങ്ങൾ കൂടുമ്പോഴൊക്കെ താൻ പറയാറുള്ള കാര്യമാണ്, വളരെ ഗൗരവമായ നിലവിലെ സാഹചര്യം കാണണം, നല്ല ജാഗ്രത ഉണ്ടാകണം, മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു, അതുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് കയറിപ്പോരാൻ കഴിയൂ. ഈ തരത്തിൽ അണികളെ ഒന്ന് ഉണർത്തുന്നതിനും അവർക്ക് ഒരു ഉത്തേജനം നൽകാനും ഒക്കെയാണ് താൻ ഈ സംഭാഷണത്തിലൂടെ ശ്രമിച്ചത് എന്ന ഒരു വിശദീകരണം പാലോട് രവി നൽകിയിരുന്നു. ഇത് KPCC നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണോ ഈ രാജിയിലേക്ക് കലാശിച്ചത്? ഈ ഫോൺ സംഭാഷണം പുറത്തു വന്ന വിവാദമായ ശേഷമാണ് പാലോട് രവി ഇത്തരത്തിലുള്ള ചില ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ പദവി സംരക്ഷിക്കാനുള്ള, സ്ഥാനം സംരക്ഷിക്കാനുള്ള ചില രക്ഷാപ്രവർത്തനമായി മാത്രമേ KPCC നേതൃത്വം കണക്കിലെടുത്തു. ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയല്ല പാലോട് രവിയെ പോലെ പലതവണ MLA ആയ, KPCC ജനറൽ സെക്രട്ടറി ആയ, സംസ്കാര സാഹിത്യ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന ഒരാളിൽ നിന്നുണ്ടായത് എന്ന വികാരത്തിലായിരുന്നു KPCC-യുടെയും കോൺഗ്രസിന്റെയും ആകെ നേതൃത്വം. മാത്രമല്ല UDF നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പാലോട് രവിയെ നിർത്തി മുന്നോട്ട് പോകുക അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് KPCC നേതൃത്വം ഈ ശക്തമായി ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ ന്യായീകരണം ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അവർ കണക്കിലെടുത്തിരുന്നില്ല. അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾക്ക് വെറും വാചാടോപങ്ങൾ മാത്രമായിരുന്നു എന്ന വികാരമാണ് പല നേതാക്കളും നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല പാർട്ടിയുടെ ആകെ തന്നെ ഒരു മൊറയിലിനെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ആത്മവീര്യം
വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. മാത്രമല്ല ഈ LDF മൂന്നാമതും വരുമെന്ന് മാത്രമല്ല 60 സീറ്റിനെങ്കിലും BJP വലിയ മുന്നേറ്റം നടത്തും എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ BJP അനുകൂലമായിട്ടുള്ള ചില പ്രസ്താവനകളും ഈ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിലുണ്ട്. ഇത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല, ന്യായീകരിക്കാവുന്നതല്ല എന്ന വികാരമാണ് അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചത്. അത് KPCC നേതൃത്വത്തിന്റെ ഇംഗിതം മനസ്സിലാക്കി പാലോട് രവി രാജി അങ്ങോട്ട് നൽകുകയായിരുന്നു. എന്നാൽ ആ രാജി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതാണ് എന്നതാണ് വ്യക്തം. ശരി, തിരുവനന്തപുരം DCC അധ്യക്ഷ പദവി പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും ഒരു പ്രാദേശിക നേതാവുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് പാലോട് രവിക്ക് വിനയായത്. LDFന് മൂന്നാമതും തുടർഭരണം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിലടക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസിൻ്റെത് അധോഗതിയായിരിക്കുമെന്നും കോൺഗ്രസിൽ നിന്ന് ധാരാളം പേർ BJPയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞതാണ് പുറത്തു വന്നത്. അതോടുകൂടി പാലോട് രവിക്ക് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് R. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ്, അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ആവശ്യത്തെ തുടർന്നാണ് പാലോട് രവി ഇപ്പോൾ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. R. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അല്പസമയത്തിനകം സലീം മാലിക് കൂടി നമ്മളോടൊപ്പം ചേരും ഈ വാർത്തയുടെ മറ്റ് വിവരങ്ങളുമായി. ഒരു ചെറിയ ഇടവേള കൂടി എടുക്കുന്നു. ഇടവേള ശേഷം തിരികെ എത്താം വളരെ വേഗം. പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ പദവി ഒഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ എത്തിയത്. ഒരു പ്രാദേശിക നേതാവുമായി പാലോട് രവി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് അദ്ദേഹം പ്രതിരോധത്തിലായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കാകുമെന്നും അത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പലരും BJPയിലേക്ക് പോകും എന്നുമൊക്കെയായിരുന്നു പാലോട് രവി പ്രാദേശിക നേതാവുമായി നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നത്. ആ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ഇത് താനൊരു താക്കീതെന്ന നിലയിലും മുന്നറിയിപ്പ് എന്ന നിലയിലും പ്രവർത്തകനോട് പറഞ്ഞതാണ്, അത് എല്ലാ സമ്മേളനങ്ങളിലും താൻ പറയാറുള്ളതാണ്, യോഗങ്ങളിൽ പറയാറുള്ളതാണ് എന്നെല്ലാം പാലോട് രവി ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും KPCC നേതൃത്വത്തിന് അത് ബോധ്യമായിട്ടില്ല. പാലോട് രവിയോട് KPCC നേതൃത്വം രാജി ആവശ്യപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഈ കാര്യത്തിൽ സ്ഥിരീകരണം വരട്ടെ. പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ പദവി ഒഴിഞ്ഞിരിക്കുകയാണ്. ആ വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നത്. ആ വാർത്ത എൻകൗണ്ടറിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. എൻകൗണ്ടറോടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.